ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗർ നോക്കിയാലോ. കുഞ്ഞു കുട്ടികൾക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി കഴിപ്പിക്കുക, അല്ലെങ്കിൽ ഇലക്കറികൾ കഴിപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കഴിക്കാൻ വളരെ പാടാണല്ലോ. നമ്മുടെ കുട്ടികളൊന്നും ആ ഒരു പരിസരത്തേക്ക് പോലും നോക്കുന്നവരായിരിക്കില്ല. അപ്പം അവരെയൊക്കെ നമുക്ക് പച്ചക്കറി കഴിപ്പിക്കാനും അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ഇലകളൊക്കെ കഴിപ്പിക്കാനൊക്കെ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഒന്നെങ്കിൽ ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് താനും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചോളും താനും. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മിൻറ്റ് ലീവ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. മിൻറ്റ് ലീവ്സ് ഒരു 2-3 തണ്ട് മിൻറ്റ് ലീവ്സ് മതിയാവും. അതിൽ നിന്ന് ലീവ്സ് മാത്രം ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് മതിയാവും. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു അര സവോള ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2-3 തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് സവോളയും ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബണ്ണെടുക്കാം. ബണ്ണൊന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ടങ്ങ് കട്ട് ചെയ്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതൊന്ന്. ഒരു ലേശം പിടിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബർഗർ ഉണ്ടാക്കി അതിനൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 3/4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിൻറ്റ് സോസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. 2 സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മൾ എന്ത് ലീവ്സാണ് ഉപയോഗിക്കുന്നത് ആ ലീവ്സ് ഞാനിവിടെ ലെറ്റൂസാണ് എടുത്തേക്കുന്നത്. അപ്പം എന്ത് ലീവ്സാണ് ഉപയോഗിക്കുന്ന ലീവ്സും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു കട്ട്ലേറ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ബർഗർ ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു മയണൈസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മയണൈസ് ഞാൻ നമ്മുടെ പാല് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മയണൈസിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കണേ. ഇത് നമുക്കൊന്ന് ഓവനിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓവൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കൊരു പാനി വെച്ചാണെങ്കിലും ഇതൊന്ന് നമ്മൾ യൂസ് ചെയ്ത ചീസ് ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം, അത്രയുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ഓവൻ അല്ലെങ്കിൽ നമ്മുടെ ചുമ്മാ ഒരു പാനിൽ വെച്ചൊരു 5 മിനിറ്റോളം ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്ത ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇത്രയുള്ള പരിപാടി നമ്മുടെ ബർഗർ റെഡിയാണ്. നമുക്കിനി ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഗറാണ് കേട്ടോ.
അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ.